ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡൽഹി യാത്രയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ദിവസമായ വീഡിയോയാണ്, ഞാൻ ഇടാനായിട്ട് ഒന്ന് ലേറ്റായിപ്പോയി. അപ്പോൾ ഡൽഹിയിലോട്ട് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും മക്കളും കൂടെ ഡൽഹിയിലോട്ട് പോകുന്നു. അത് വേറെ ഒന്നിനുമല്ല, എൻ്റെ സഹോദരൻ്റെ ചേട്ടൻ ഡൽഹിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടനെ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഹസ്ബൻഡിന് വരാൻ പറ്റില്ല, ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് വന്നില്ല. ഞാനും മക്കളും കൂടെയാണ് പോകുന്നത്. അന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. വൈകുന്നേരം മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ താജ് പാലസിലോട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ആഗ്രഹമായിരുന്നു ഡൽഹിയിലെ താജ് ഹോട്ടൽ. അവിടെ വരാൻ കാരണം തന്നെ എൻ്റെ ചേട്ടൻ കാരണമാണ് കേട്ടോ. ചേട്ടൻ ഇവിടെ വന്നതുകൊണ്ടാണ് ഞങ്ങൾ വരാൻ വേണ്ടി വന്നത്. ചേട്ടനെ കാണാമല്ലോ, കുറേ നാളിന് ശേഷം ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് ഹോട്ടലിനകത്തുള്ള കാഴ്ചകളാണ്. ഫസ്റ്റ് കയറുമ്പോൾ ഉള്ള ഹോള് എന്ത് ഭംഗിയാ! അയ്യോ, സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇതുപോലെ താജ് പാലസ് കാണണമെന്ന് ആഗ്രഹമുള്ളവരും കണ്ടിട്ടില്ലാത്തവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ. കണ്ടിട്ടുള്ളവർ കാണും, ഇത് കാണാത്തവർക്ക് വേണ്ടി. കാരണം ഇതിവിടെ നല്ല റേറ്റാണ്. നമ്മളിപ്പോൾ ഒന്ന് ചായ കുടിക്കണമെങ്കിൽ പോലും ഒരു നല്ല ഒരു ക്യാഷാവും ഇവിടെ. അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും കയറാൻ പറ്റി, എൻ്റെ ചേട്ടനുള്ളതുകൊണ്ട് മാത്രം. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെയൊക്കെ വെയിറ്റിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം കറങ്ങി. ഈ കണ്ണാടി കൂടെ കണ്ടതാണ് എൻ്റെ ചേട്ടൻ അങ്ങനെ വീഡിയോ എടുക്കുന്നതിനൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാനും പോയില്ല. അങ്ങനെ ഞാനും മക്കളും കൂടെയൊക്കെ ജസ്റ്റ് ഇടയിൽ കൂടെയൊക്കെ ഒന്ന് കാണുന്നുണ്ട് ആ കണ്ണാടിയിലൂടെ. പിന്നെ അവരെ ഒരുപാട് ഫോട്ടോസൊക്കെ നിർത്തി ഇവിടെ ആനയുടെ അടുത്തൊക്കെ നിർത്തി ഫോട്ടോസ് എടുത്തു. ഇത് വെയിറ്റിംഗ് ഏരിയയാണ്. കാണാനൊക്കെ നല്ല രസമുണ്ട്, കണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡിലെ വ്യൂ ആണ്. ഇതൊരു 7-7:30 മണിയൊക്കെ ആയപ്പോൾ ഉള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ ഇത് ക്യാൻറ്റീനാണെന്ന് തോന്നുന്നു, ഫുഡ് കോർട്ടാണെന്ന് തോന്നുന്നു. ആളെല്ലാം അകത്തിരിപ്പുണ്ട്. ഞങ്ങളകത്തോട്ട് കയറിയില്ല. ഞങ്ങൾക്ക് നേരവും ഒരുപാടായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി തിരിക്കാൻ നിന്നു. എന്നിട്ട് ഇവിടുത്തെ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് മക്കൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എടുത്തു. നല്ല തണുപ്പുള്ള സമയമായിരുന്നല്ലോ. അങ്ങനെ അതിവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസ് എല്ലാം എടുത്തു അവർ. Touch the sky, feeling bolder. Going out, going all the way. Going out, yeah, yeah, going out. ചേട്ടൻ്റെ റൂമിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. എന്താ റൂമിനഹാണ് ഇത്. അടിപൊളി. ഞങ്ങളിങ്ങനത്തെ വലിയ റൂമിലൊന്നും ഇതുവരെ പോയിട്ടൊന്നുമില്ലേ. അങ്ങനെ അടിപൊളി ടി വിയൊക്കെ ഇരിപ്പുണ്ട്. വലിയ ടി വി, കട്ടിലെ ബെഡ്, കുടിക്കാനുള്ള ഇത് ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ഫെസിലിറ്റീസ് തന്നെ നോക്കി നോക്കൂ. ഞങ്ങളിത് കണ്ടിട്ടില്ല, സത്യം പറയാമല്ലോ. നിങ്ങളൊക്കെ ഇതുപോലത്തെ ഇവിടെ താജ് പാലസിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കാണാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസും എല്ലാം എടുത്തു, വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇതെല്ലാം മോളിവിടെ നിന്ന് എന്തൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഇത് അവിടെ നിന്ന് ചേട്ടൻ്റെ കിട്ടുന്ന റൂമിൽ കിട്ടുന്ന ടൂത്ത് പേസ്റ്റ്, ഷാമ്പു, ചീപ്പ്, അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസാണ്. പിന്നെ ഇതായിരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബോട്ടിൽ. ചേട്ടന് വെള്ളം കൊടുക്കുന്ന ബോട്ടിലാണ്. അപ്പോൾ ഇത് പതുക്കെ ഞാനിങ്ങനെ ഇസ്കി. എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതാണ് കവറെല്ലാം ഓപ്പൺ ആക്കിയതിന് ശേഷമുള്ള കാഴ്ച. എല്ലാം തടിയുടെ ഐറ്റംസാണ്. അങ്ങനെ ഞങ്ങളെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ ചേട്ടൻ എന്നോട് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതെല്ലാം കൊണ്ടുവന്നു. തിരിച്ച് ഞങ്ങളെല്ലാം കണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതുവരെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ഇനിയും ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകണം. ആദ്യമേ വരുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ. We've been waiting for so long.